പ്രിയൻ്റെ പോലത്തെ എന്നാലും ഞാൻ പ്രിയദർശൻ്റെ വീട്ടിൽ പോയപ്പോൾ എന്നെ കൊണ്ടുവരുന്ന ഡ്രൈവർ അടുത്ത് ഞാൻ ചോദിച്ചു, മോനെ ഈ കാറിന് എന്ത് വിലയുണ്ടാവും? പ്രിയൻ്റെ കാറാണ്, പറയട്ടെ ഞാനത്. എൻ്റെ അടുത്ത് ഡ്രൈവർ പറഞ്ഞു 4.5 കോടി. ഞാൻ ഞെട്ടി. 4.5 കോടി, 4 കോടിയേക്കാൾ കൂടുതൽ വില പിടിച്ച കാറിലാണ് ഞാൻ വന്നത്. അതില്ല, നമുക്ക് മാക്സിമം ഒരു മാരുതി കാറായാലും ഞാൻ ഹാപ്പിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷേ പ്രിയ വളരെ സന്തോഷപൂർവ്വം അത് എൻജോയ് ചെയ്യുന്നതാണ്. അല്ലാതെ ആ കാശിൻ്റെ ആർഭാടത്തോടു കൂടി ജീവിക്കുന്ന ഒരാളല്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പം അങ്ങനെ ശ്രീനിവാസൻ്റെ വിവിധ തരത്തിലാണ് ശ്രീനിവാസൻ്റെ പെരുമാറ്റങ്ങളും. മറ്റൊരു സാധനമുണ്ട്, ഈ സെൻറ്റിമെൻസിൻ്റെ ആളാണ് പുള്ളി. പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, ഞാനത് ഈ പുതിയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഹൃദയപൂർവ്വം ചിലർ എന്നുള്ള ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ സമൂഹം എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ മുറിയിലേക്ക് കയറി വരുമ്പോൾ ശ്രീനിവാസൻ ഒരു കത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. ഗീത് ഹോട്ടലിലാണ്. അപ്പോൾ അന്നൊക്കെ നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ വന്ന കത്തുകളെല്ലാം കൂടി എടുത്തുകൊണ്ട് വന്നിട്ട് ഒഴിവ് കിട്ടുന്ന സമയത്ത് റൂമിലിരുന്ന് വായിക്കാറാണ് പോയത്. അപ്പോൾ ശ്രീനിവാസൻ്റെ പേരിൽ നാട്ടിലേക്ക് വന്നൊരു കത്താണ്. എൻ്റെ അടുത്ത് ഈ കത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ കത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി പറഞ്ഞു, വേണ്ട ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ പുള്ളിക്ക് എന്തോ ഫീൽ ചെയ്തിട്ടുള്ള കത്താണ്. ആ കത്ത് പുള്ളി വായിക്കാൻ തുടങ്ങി. ശ്രീനിവാസൻ ഒരു പരിചയമില്ലാതെ ഡൽഹിയിൽ നിന്ന് അയച്ച ഒരു കത്ത്, ഒരു ചെറുപ്പക്കാരൻ്റെ കത്താണ്. അയാൾ ജോലി തേടി ഡൽഹിയിൽ വന്നിട്ട് അയാളുടെ ചേട്ടൻ്റെയും ഭാര്യയുടെയും കൂടെ താമസിച്ചിട്ട് അയാൾക്ക് അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും, അതായത് നെഞ്ചൊലിച്ചു പോകുന്ന അത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളുടെ കത്താണ്. ആ കത്ത് വായിച്ചൊരു ഘട്ടം എത്തിയപ്പോൾ തുടർന്ന് വായിക്കാൻ പറ്റാതെ പൊട്ടി പൊട്ടി ശ്രീനിവാസൻ കരഞ്ഞു. ഞാൻ നന്ദപ്പെട്ടു പോയി. എനിക്കും സങ്കടം വന്നു പോയി ആ സമയത്ത്. അതായത് ഒരു പരിചയമില്ലാത്ത അയാളുടെ കത്താണ്. ആ കത്ത് വായിച്ചിട്ട് മുഴുവൻ വായിക്കാൻ പറ്റാതെ ഏങ്ങി കരയുന്ന ശ്രീനിവാസനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അത് അത്രയും മനസ്സിൻ്റെ ഒരു നൈർമല്യമാണ്, മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ്. കരയാൻ സാധിക്കുന്നത് വലിയൊരു കഴിവാണ് എന്നെല്ലാവരും പറയും. നമുക്ക് കരയാൻ സാധിക്കണം. കണ്ണീർ ഗ്രന്ഥികൾ നമ്മളറിയാതെ ചുരത്തണം. അത് നമ്മുടെ മനസ്സിന് മാലിന്യമില്ലാത്ത ഇതിൻ്റെ ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരം അനുഭവങ്ങൾ കൂടി ശ്രീനിവാസൻ ഞങ്ങളെ കളിയാക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ഒരുപാട് നൈർമല്യമുള്ള ജീവിതം ശ്രീനിവാസൻ്റെ സ്വഭാവ വിശേഷങ്ങൾ